ഹലോ. അപ്പം ഇന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ കരുതുന്നുണ്ട് കേട്ടോ. ഇഷ്ടമാവും. അപ്പം എന്താ വീഡിയോ എന്ന് അറിയണ്ടേ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് അങ്ങ് കിടക്കാം. വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം കേട്ടോ. ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എനിക്കും സർപ്രൈസ് ആണ് കേട്ടോ. അപ്പം എന്താണെന്നറിയാം, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ സാധനം കണ്ടോ? ഇതാണ് നമ്മുടെ മണി ബാങ്ക് കേട്ടോ. കിട്ടുന്ന പൈസയിൽ നിന്ന് കുറച്ച് എടുത്ത് വെച്ച് സേവ് ആക്കിയിട്ടുള്ളതാണ് ഇത്. അപ്പോൾ ഈ കിച്ചൻ്റെ ഈ ഭാഗത്താണ് ഞാനത് വെക്കുക കേട്ടോ. ഇവിടെയാണ് വെക്കുക. അപ്പോൾ ക്യാഷൊക്കെ ബാക്കിയൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ അതിൽ ചേർത്തിയിട്ട് സ്വരുക്കൂട്ടിയ പൈസയാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന്ന് അൺബോക്സിംഗ് ആണ് കേട്ടോ. അതായത് കുടുക്ക ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൽ എത്ര രൂപയുണ്ടെന്നോ എന്തെന്നോ ഒന്നും നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് പൊട്ടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടി അങ്ങ് ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ അതിൽ എത്ര രൂപയുണ്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇതങ്ങ് പൊട്ടിക്കാം. ഓക്കെ, വരും. അപ്പോൾ ഇതാ നമ്മൾ ഇതുമായിട്ട് ഇവിടെ അങ്ങ് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ കത്തിയൊക്കെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിന് മുന്നായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു കുഞ്ഞതായിട്ടുള്ള സേവിങ് ആണ് കേട്ടോ. അപ്പോൾ ഈ സേവിങ് മെൻറ്റാലിറ്റി നമ്മളെല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു ശീലമാണ്. ഇതിൽ എത്ര രൂപയുണ്ട് എന്നതിനേക്കാൾ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നൽകുന്ന സന്തോഷം എന്ന് പറയുന്നത്, നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ക്ഷമ അല്ലേ, നമ്മുടെ ക്ഷമ, നമ്മുടെ ത്യാഗം അല്ലേ, ഇതൊക്കെ സഹിച്ച് നമ്മുടെ സന്തോഷം, നമ്മൾ കുറേ സന്തോഷങ്ങളും അല്ലെങ്കിൽ കുറേ ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ടായിരിക്കും കുറച്ച് പൈസകളൊക്കെ ഇതിലായിട്ട് സേവ് ചെയ്ത് വെക്കുക. അപ്പം ഇതിന്ന് കിട്ടുന്ന അത് എത്ര രൂപയാണെങ്കിലും ലാസ്റ്റ് ഫൈനലായിട്ട് ഇതിന്നൊരു എമൗണ്ട് കിട്ടുമ്പോൾ അത് നമുക്ക് വലിയൊരു സന്തോഷം തന്നെയാണ്. ഏറ്റവും കൂടുതൽ നന്നായി ഇടപഴകുന്ന മേഖലയാണ് കിച്ചൺ. അപ്പോൾ ഈ കിച്ചണിൽ നമ്മൾ കിച്ചൺ ആവശ്യമായിട്ടുള്ള, അതായത് വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിക്കുമല്ലോ, അതിൽ നിന്നൊക്കെ കുറച്ച് മിച്ചമൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ സേവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മോട്ടിവേഷൻ തരിക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ അൺബോക്സിങ് ചെയ്യാമെന്ന് വിചാരിച്ചത്. സിമ്പിളായിട്ടുള്ള രീതിക്ക് നമുക്ക് ഒത്തിരി സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു 2 സെക്കൻഡ് സമയം തരുന്നുണ്ട്. എന്തിനാണെന്നറിയോ? ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കിണികിണി ബട്ടൺ ഉണ്ട് അവിടെ, ആ കിണികിണി ബട്ടൺ കൂടി ഒന്ന് അടിക്കുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, കുഞ്ഞു സേവിങ് ആണ് വലിയ സേവിങ് ആയിട്ട് മാറുന്നത്. അതാദ്യം ചിന്തിക്കുക കേട്ടോ. ഇനിയിപ്പോൾ സ്കൂൾ ചെലവ് കാര്യങ്ങളൊക്കെ വരികയാണല്ലോ. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് യൂണിഫോം ആയിക്കോട്ടെ, ബുക്സ് ആയിക്കോട്ടെ, അതിനൊക്കെ ഒത്തിരി ചിലവുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ പെട്ടെന്ന് ഇത്രയും വലിയൊരു എമൗണ്ട് ഒക്കെ നമ്മളെ കൊണ്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. സാധാരണക്കാരായ ആളുകൾക്കൊന്നും സാധിച്ചെന്ന് വരില്ല. അപ്പം നമ്മളൊക്കെ ഒന്ന് മനസ്സ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഭാരമൊക്കെ കുറച്ചൊന്നും കുറയുമല്ലോ. അപ്പം ഇതിൽ നോട്ടും ഉണ്ട്, ചില്ലറയും ഉണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, ഒരു 15 രൂപയുടെ ഒരു കുടുക്കയാണിത്. അപ്പം ഞാൻ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ ഗായ്സ്. ഇത് എന്തൊക്കെ ആവുന്നുള്ളതൊന്നും അറിയില്ല. ഈ സ്ഥലം വരെ ഉണ്ട്. ഇനി പൈസ കൊള്ളുമായിരിക്കും കേട്ടോ. പക്ഷെ എനിക്ക് പർച്ചേസ് ഉണ്ട് കേട്ടോ. കയറി പോവോന്ന് അറിയില്ല കേട്ടോ. ബ്ലേഡ് ഉണ്ടെങ്കിൽ സെറ്റായി. ഹലോ ഗായ്സ്, കണ്ട ഇതാണ്, കാണുന്നുണ്ടോ? അപ്പോൾ നമുക്കിതങ്ങ് കൊട്ടാലേ. എന്തൊരു സന്തോഷമാണ്. ഇനി ഇതിൽ എത്ര രൂപയുണ്ട് എന്നുള്ളത് അറിയണ്ടേ? കൊട്ടാം. ഹലോ ഗായ്സ്, കണ്ടോ? ഇതൊന്നുകൂടി ഉണ്ട് കേട്ടോ. അത് ഇത് വീടാത്ത കഴിഞ്ഞു. ഇതാണ് നമ്മൾ 1 വർഷം കൊണ്ട് ചേർത്ത് വെച്ച പൈസ കേട്ടോ. കണ്ടോ? ഏകദേശം ഗസ് ചെയ്യാൻ പറ്റുമോ ഇതിൽ എത്ര ഉണ്ടാവും എന്നുള്ളത്? ഒന്ന് കണക്ക് കൂട്ടി പറയാൻ പറ്റുമോ? അപ്പം നമുക്കിത് എണ്ണരംഗം തുടങ്ങാം. 500 ഉണ്ട്, 100 ഉണ്ട്, 50 രൂപയുണ്ട്, 10 രൂപയുണ്ട്, 20 രൂപയുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ കുറേ 10 രൂപ, 5 രൂപ, 1 രൂപ, 2 രൂപ, അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ. 100 മാറ്റിയുണ്ട് കേട്ടോ.
100 എടുത്ത് വേഗം വേഗം. അപ്പോൾ ബോറടിപ്പിക്കുന്നത് വേഗം 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 ഒന്ന് എണ്ണാട്ടാ. 1 200 300 400 500 600 700 800 900 1000 1 2 3 4 5 6 7 8 1800 രൂപയാണ് 100 രൂപയിലുള്ളത്. ഓക്കെ, അപ്പം നമുക്കത് ഇവിടെ ഇങ്ങനെ മാറ്റി അങ്ങ് വെക്കാം. ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. 500 എനിക്ക് ഫീസ് കിട്ടുന്ന പൈസ കൊണ്ടിട്ടിട്ടാണ് ഈ 500 കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ എത്ര കിട്ടുന്ന പൈസ, 10 രൂപ 50 രൂപയെങ്കിൽ 50 രൂപ 5 രൂപയെങ്കിൽ 5 രൂപ എത്രയാ നമുക്ക് കയ്യിൽ കിട്ടുന്നത് അത് നമുക്ക് സേവ് ചെയ്യാം കേട്ടോ. 1000 എങ്കിൽ 2000, 3 എങ്കിൽ 3, 1000 എങ്കിൽ 1000 അതൊക്കെ നമ്മളെ കൊണ്ട് ഒന്ന് സേവ് ചെയ്യാൻ പറ്റുകയെന്ന് പറയുമ്പോൾ വലിയ കാര്യമല്ലേ. 1 1000 2000 3000. ഓക്കെ, 3000 രൂപയാണ് 500 രൂപയുള്ളത്. നമുക്ക് 200 രൂപ അധികം ഇല്ല കേട്ടോ. ഒരു 200 കാണുന്നുള്ളൂ. ഒരു 200 രൂപ ഇല്ല കേട്ടോ. ഇനി നമുക്ക് 50 രൂപ 250 രൂപയുള്ളൂ കേട്ടോ. 50 രൂപയുടെ 1800 രൂപയുണ്ട് കേട്ടോ. പിന്നെ 500 രൂപ 3000 രൂപ. ഇനി 200 രൂപ 1. അപ്പം അത് 200 മാത്രം. ഓക്കെ, ഇനി 50 രൂപ നോട്ട് 5 എണ്ണം. അപ്പോൾ 250 രൂപ. ഓക്കെ, നമുക്ക് 20 എണ്ണ കേട്ടോ. ബോറടിക്കുന്നുണ്ടാ? ബോറടിക്കാതെ ഇങ്ങോട്ട് നോക്ക്. എന്നിട്ട് ഇതുപോലെയൊക്കെ അങ്ങ് സേവ് ചെയ്ത് വെക്കാൻ നോക്കണം കേട്ടോ. സേവിങ്ങിൻ്റെ ടിപ്സൊക്കെ വേണമെങ്കിൽ എങ്ങനെ ഇപ്പോൾ 10 രൂപ ചേർത്ത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ സേവ് ചെയ്യാൻ പറ്റും, 20 രൂപ ചേർത്ത് വെച്ച് എങ്ങനെ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ എന്നോട് ചോദിച്ചാൽ മതി. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിൻ്റെ ട്രിക്കുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ 20 എടുത്ത് എണ്ണട്ടെ കേട്ടോ. വേഗം 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 ഗോൾഡ് 20 ഒക്കെ ഉണ്ട് അതിൽ. പുഴയെ നോക്കണ കഴുകായി കഴിഞ്ഞു കേട്ടോ. 20 രൂപ 2 4 6 8 10 12 14 16 18 20 22 24 26 28 280 രൂപ. ഓക്കെ, 20 രൂപ 280 രൂപയുണ്ട് കേട്ടോ. ഇതൊക്കെ ആയിരിക്കും കുറച്ച് കൂടുതൽ കേട്ടോ. കാരണം ഇതൊക്കെയാണ് നമ്മൾ ഷോപ്പിൽ പോയിട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾക്ക് ബാലൻസ് ഒക്കെ ബാഗിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാവുക ഈ 20 രൂപ. ബസ് ഫെയർ ഒക്കെ കൊടുത്തിട്ട് ബാക്കിയൊക്കെ കിട്ടുമല്ലോ. അതൊക്കെ 20 രൂപ 10 രൂപ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇത്രയൊക്കെയല്ലേ നമുക്ക് കിട്ടുള്ളൂ. അതൊക്കെയാണ് കേട്ടോ. ഇനി 10 രൂപ എണ്ണ ഇല്ലേ എത്രയുണ്ട്. ഇതൊക്കെ പഴയതായിട്ടോ. അങ്ങോട്ട് പിന്നെ മടക്കും കൂടി ചെയ്തല്ലേ കേട്ടോ. കണ്ടോ ഈ നോട്ടിന്റെ അവസ്ഥ കണ്ടോ? ദയനീയമായ അവസ്ഥയാണ്. ഇതൊക്കെ ആ സമയത്ത് ഞാൻ എങ്ങനെ ഇട്ടു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. 11 12 13 14 140 രൂപ കേട്ടോ. 10 രൂപയുടെ നോട്ടാണ് 140 രൂപ. ഓക്കെ, ഇനി നമുക്ക് ചില്ലറകൾ അങ്ങ് എണ്ണ കേട്ടോ. അതാണ് വലിയ കാര്യം, ചില്ലറ എണ്ണുന്ന കാര്യം. ഓക്കെ, 10 കഴിഞ്ഞു കേട്ടോ. 10 രൂപയുടെ തൊട്ട് 140 കറക്റ്റ്. 10 രൂപയുടെ നോട്ടും 10 രൂപയുടെ തൊട്ടും കറക്റ്റ് 140 കേട്ടോ. 10 15 20 25 30 35 40 45. അപ്പോൾ ഇതാ നമ്മൾ മൊത്തത്തിലായിട്ട് എണ്ണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഫൈനൽ ഇത് എത്രയുണ്ടെന്നുള്ളത് അറിയണ്ടേ. അപ്പം നോക്കാം. ഒരു 1800 പ്ലസ് 3000 പ്ലസ് 200 പ്ലസ് 250 പ്ലസ് എത്രയുണ്ട് പ്ലസ് പ്ലസ് അടിക്കുമ്പോഴല്ലേ ഒരു ആകാംക്ഷ കേട്ടോ. എത്രയുണ്ടെന്ന് അറിയാൻ. 280 പ്ലസ് 140 പ്ലസ് വീണ്ടും 140 പ്ലസ് വീണ്ടും ഒരു 145 പ്ലസ് ഒരു 50 രൂപ പ്ലസ് ഒരു 83 രൂപ. ഓക്കെ, നമ്മൾ അടിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിത് ടോട്ടൽ എത്രയുണ്ടെന്നുള്ളത് അറിയണ്ടേ. സെറ്റാക്കട്ടെ കേട്ടോ. 6088 രൂപ ഒരു വർഷം കൊണ്ട് ഞാൻ സേവ് ചെയ്ത് ഉണ്ടാക്കിയ
പൈസയാണ് കേട്ടോ. 6000 ഒരു 1500 ആയാലും നമ്മൾക്കത് സന്തോഷം തന്നെയാണ്. ഈ 6000 ഒരു 15000 ആക്കാൻ പറ്റിയാൽ അതും നമ്മുടെ മിടുക്ക് തന്നെയാണ്. ഒരു 4500 ആ റേഞ്ചൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. ഒരു 4-5 അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ എന്തായാലും മസ്റ്റ് ആയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു 1000 രൂപ കൂടി എക്സ്ട്രാ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 15 രൂപയുടെ കുടുക്കൻ്റെ ഉള്ളിലാണ് ഇത്രയും എമൗണ്ട് എനിക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റിയത്. ഓക്കെ, അപ്പൊ നിങ്ങളോട് ഞാൻ പറയണ സേവിങ്ങിന്റെ ടിപ്സുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് വഴി അറിയിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ട്, നമുക്ക് ഡെയിലി ഇത്ര രൂപ വെച്ച് സേവ് ചെയ്യാം എന്ന് വെച്ചിട്ട് നമുക്കൊരു വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ചെറിയ എമൗണ്ടിൽ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒരു കുടുക്കിയൊക്കെ വാങ്ങിച്ചിട്ട് ചെറിയ എമൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ആ ചലഞ്ച് നമുക്കൊരു ഒരു വർഷത്തെ ചലഞ്ച് നമുക്ക് ഏറ്റെടുക്കാം കേട്ടോ. ആ ഒരു വർഷത്തെ ചലഞ്ചില് ഇത്ര രൂപ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ ഇടാൻ പറ്റും എന്നുള്ള ഒരു ചലഞ്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ ആ ചലഞ്ചിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ബോക്സ് വഴി ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബെല്ലോട് കൂടി ഒന്ന് അടിക്കണം കേട്ടോ. ഷെയർ ചെയ്യുക. ഹൈപ്പ് ഓപ്ഷൻ കൂടി ഉണ്ട്, അതുകൂടി ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോട് കൂടിയിട്ട് നിങ്ങളിൽ ഒരാളായ ഞാൻ. അപ്പൊ എന്നും എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാവട്ടെ കേട്ടോ.